വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടി കുക്കിങ്ങിലേക്ക് പോകാം. വെണ്ടയ്ക്ക കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴുകാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം വെണ്ടയ്ക്ക സ്ലൈമിയാണ്. എന്നു പറഞ്ഞാൽ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് കഴിയുമ്പോൾ മ്യൂക്കസ് പോലെ വഴുവഴുപ്പുള്ള ഒരു ജ്യൂസ് അതിൽ നിന്നും വരും. ഇതൊഴിവാക്കാൻ പണ്ട് അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം ഒരു മൺചട്ടി ചൂടാക്കിയെടുക്കണം. കറിച്ചട്ടി എന്നൊക്കെ പറയുന്ന മൺചട്ടി. ചട്ടിയിൽ തീരെ വെള്ളമുണ്ടാകാൻ പാടില്ല, നല്ല ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ടുകൊടുക്കുക. മെഴുക്കുവരട്ടിക്ക് ഇതേമാതിരി കട്ട് ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. നീളത്തിൽ കട്ട് ചെയ്യുവാണെങ്കിൽ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും ആ വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിൽ നിന്നും റിലീസാകുന്ന ആ മ്യൂക്കസ് ഉണ്ടല്ലോ, അത് കുറേയൊക്കെ ഈ ചട്ടി വലിച്ചെടുക്കും. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതേമാതിരിയാകും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഞാൻ സാധാരണ ഇതാ ചെയ്യാറ്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വിനീഗറും ലെമൺ ജ്യൂസൊക്കെ ഒഴിക്കുവാണെങ്കിൽ ഒരു പുളിരസം ഉണ്ടാകും. കൂടാതെ ഇതിൻ്റെ സ്ലൈമിനെസ് കളയാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതും നല്ലതല്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ വെണ്ടയ്ക്കയുടെ ന്യൂട്രിയൻസ് എല്ലാം പോയി ഒരു ഗുണവും ഇല്ലാതെയാവും. ഇതിൻ്റെ പണി തീർന്നിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാനുണ്ട്. വെണ്ടയ്ക്ക സ്പ്രെഡ് ചെയ്തിടാൻ പാകത്തിന് നല്ല വിസ്താരമുള്ള ചുവട് കട്ടിയുള്ള ഒരു അലുമിനിയം പാൻ തന്നെ എടുക്കണം. അത് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിത്തീരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിലേക്ക് സവാള സ്ലൈസ് ചെയ്തത്, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടുകൊടുക്കാം. സവാള സ്ലൈസ് ചെയ്ത് തന്നെ എടുക്കണം, ചോപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ നാടൻ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ വെളുത്തുള്ളി. വലിയ ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരെണ്ണം മതിയാകും. ആവശ്യമായ ഉപ്പ് കൂടി ഇപ്പോൾ തന്നെ ചേർക്കാവുന്നതാണ്. സവാള നല്ലതുപോലെ വാടി ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈസിയായി ചൂസ് ചെയ്ത് കാണാൻ കഴിയും. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുവാണെങ്കിൽ നന്നായിരുന്നു. സവാള ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതേമാതിരിയാകുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർക്കുന്നത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നതുവരെ ഒന്ന് വഴറ്റണം. വേറെ മസാലകൾ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ഇത്രയും പൊടികൾ മാത്രം ചേർത്തൊന്നുണ്ടാക്കി നോക്കിയേ, നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ സമയമായി. ഒരുപാട് എരിവില്ലാതെ എന്നാൽ നല്ല കളർഫുൾ ആയിട്ടിരിക്കുകയും ചെയ്യും ഈ മെഴുക്കുപുരട്ടി. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഒരു ഹെൽത്തി മെഴുക്കുപുരട്ടിയുടെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു മെഴുക്കുപുരട്ടിയാണിത്. വെണ്ടയ്ക്കായുടെ ഗുണം തീരെ നഷ്ടപ്പെടുത്താതെ നല്ലൊരു ഉലർത്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അലുമിനിയം പാൻ തന്നെ എപ്പോഴും എടുക്കേണ്ടത്, സ്റ്റീൽ പാൻ വേണ്ട. അങ്ങനെ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഇനി വെണ്ടയ്ക്ക പാൻ്റെ സെൻറ്ററിലേക്കായി ഒന്ന് ഒതുക്കി വെക്കണം. അതിനുശേഷം നല്ലതുപോലെ കവർ ആകുന്ന രീതിയിൽ അടച്ചു വെക്കുകയും വേണം. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേകട്ടെ. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം. ഒരു 3 മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ. അപ്പോഴേക്കും വെണ്ടയ്ക്കായുടെ സ്ലൈമിനെസ് മുഴുവനും മാറിക്കിട്ടും. ഹീപ്റ്റായി കൂമ്പാരം കൂട്ടി വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി കാര്യം നടക്കത്തില്ല.
അതിനാ കുറച്ച് വിസ്താരമുള്ള പാൻ തന്നെ എടുത്ത് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിടണം എന്ന് പറഞ്ഞത്. അലുമിനിയം പാത്രമാകുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനി അത് അടയ്ക്കാൻ പാടില്ല, അത് ഓപ്പണായി കിടന്ന് ഒന്ന് ഡ്രൈ ആകണം. സിമ്മറിൽ ഒരു 5 മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ. അതിനുശേഷം ആ പാനിലേക്ക് ഒന്ന് ഒതുക്കി വെക്കണം. ഇനി അത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് സ്റ്റീം കയറിക്കോട്ടെ. അതിനുശേഷം ഓപ്പൺ ചെയ്യാം. വൺസ് കുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനത് ഓപ്പൺ ചെയ്തു. ആ പാനിലേക്ക് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഒന്ന് നോക്കിയേ, അത് തീരെ സ്ലൈമി അല്ല. അതിൻ്റെ ഗുണം ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടുമില്ല. ആവശ്യത്തിന് മാത്രമേ അത് ഫ്രൈ ആയിട്ടുള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.